പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജാണ്. വളരെ വാക്കുകളുള്ള ഭാഷയാണ് ഇംഗ്ലീഷ്. വൊക്കാബുലറി ഇംഗ്ലീഷിൻ്റെ പ്രധാന ഘടകമാണ്. അവയെ കൃത്യമായി ക്രമീകരിച്ച് ഉപയോഗിക്കുന്നതിനാലാണ് ഇംഗ്ലീഷ് കൂടുതൽ ആകർഷകമായത്. ഇംഗ്ലീഷിലെ ചില വാക്കുകൾക്ക് സമാനമായ അർത്ഥമാണ്, പക്ഷേ സന്ദർഭത്തിനനുസരിച്ച് വ്യത്യസ്തമായി ഉപയോഗിക്കുന്നു. അതേപോലെയുള്ള ചില വാക്കുകളാണ് ഈ വീഡിയോ കാണിക്കുന്നത്. ആദ്യമായി വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നേരെ വീഡിയോയിലേക്ക് പോവാം. സേ വേഴ്സസ് ടെൽ, രണ്ട് വാക്കുകളും നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതാണ്. എന്തെങ്കിലും പറയുന്നതിനെ സൂചിപ്പിക്കാനാണ്, അല്ലേ? എന്നാൽ സന്ദർഭത്തിനനുസരിച്ച് വ്യത്യസ്തമായി ഉപയോഗിക്കുന്നു. അതെങ്ങനെയെന്ന് നോക്കാം. സേ ഫോക്കസസ് ഓൺ വാട്ട് വാസ് സ്പോക്കൺ. സേ പറഞ്ഞതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എക്സാമ്പിൾ, ഐ സേ വാട്ട് ഐ ഫീൽ. ഷീ സെഡ് ഐ വിൽ ബി ലേറ്റ്. എന്നാൽ ടെൽ ഫോക്കസസ് ഓൺ ഹൂ വാസ് സ്പോക്കൺ ടു. ആരോടാണ് സംസാരിച്ചതെന്നതിനാണ് ടെൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എക്സാമ്പിൾ, ഐ ടെൽ മൈ ഫ്രണ്ട് എവറിഥിങ്. ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ വുഡ് ബി ലേറ്റ്. മനസ്സിലായില്ലേ? ഇനി ഇതേപോലെയുള്ള ചില വേർഡുകളെ നോക്കാം. ലുക്ക് വേഴ്സസ് സീ. രണ്ടും കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ളതാണ്, പക്ഷേ ഉദ്ദേശത്തിൽ വ്യത്യസ്തമാണ്. ലുക്ക്, ആൻ ഇൻറ്റൻഷണൽ ആക്ട്. യു ഫോക്കസ് യുവർ ഐസ്. ഒരു മനഃപൂർവ്വ പ്രവൃത്തിയാണ് ലുക്ക്. നമ്മുടെ കണ്ണുകളെ കേന്ദ്രീകരിക്കുന്നു. എക്സാമ്പിൾ, ഐ ലുക്ക് അറ്റ് ദ സ്കൈ എവറി മോർണിംഗ്. ലുക്ക് അറ്റ് ദാറ്റ് പെയിൻറ്റിങ്. എന്നാൽ സി പാസീവാണ്. യു നോട്ടീസ് സംതിങ് വിതൗട്ട് ട്രൈങ്. ശ്രമിക്കാതെ തന്നെ എന്തെങ്കിലും ശ്രദ്ധിക്കുന്നു. എക്സാമ്പിൾ, ഐ സീ ബേർഡ്സ് ഫ്ലൈയിങ് അബവ്. ഐ ക്യാൻ സീ ദ മൗണ്ടൻസ് ഫ്രം മൈ വിൻഡോ. ഹിയർ വേഴ്സസ് ലിസൺ. രണ്ടും ശബ്ദങ്ങളെക്കുറിച്ചാണ്. ബോത്ത് ആർ അബൌട്ട് സൗണ്ട്സ്. ഹിയർ പാസീവാണ്. സൗണ്ട് കം ടു യുവർ ഇയേഴ്സ്. നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ ശബ്ദം നിങ്ങളുടെ കാതുകളിലെത്തുന്നു. എക്സാമ്പിൾ, ഐ ഹിയർ ദ ട്രാഫിക് ഫ്രം മൈ വിൻഡോ. ഐ ഹിയർ മ്യൂസിക് ഫ്രം അതർ റൂം. എന്നാൽ ലിസൺ ആക്റ്റീവാണ്. യു പേ അറ്റൻഷൻ ടു ദ സൗണ്ട്. നിങ്ങൾ ശബ്ദത്തിൽ ശ്രദ്ധയിലെത്തുന്നു. എക്സാമ്പിൾ, ഐ ലിസൺ ടു മ്യൂസിക് വൈൽ ടൈപ്പിംഗ്. ഐ ആം ലിസണിങ് ടു എ പോഡ്കാസ്റ്റ് റൈറ്റ് നൗ. വാച്ച് വേഴ്സസ് സീ. ബോത്ത് ഇൻവോൾവ് യൂസിങ് യുവർ ഐസ് ബട്ട് ഡിഫർ ഇൻ ഇൻറ്റൻഷൻ ആൻഡ് ഡ്യൂറേഷൻ. രണ്ടും നമ്മളുടെ കണ്ണുകൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്, പക്ഷേ ഉദ്ദേശത്തിലും ദൈർഘ്യത്തിലും വ്യത്യാസമുണ്ട്. വാച്ച്, യു ലുക്ക് അറ്റ് സംതിങ് കെയർഫുള്ളി ഓഫൺ ഫോർ എ പീരീഡ് ഓഫ് ടൈം. നിങ്ങൾ ഒരു നിശ്ചിത സമയത്തേക്ക് എന്തെങ്കിലും ശ്രദ്ധാപൂർവ്വം നോക്കുന്നു. എക്സാമ്പിൾ, ഐ വാച്ച് ദ ന്യൂസ് എവറി ഈവനിങ്. ഐ വാച്ച് എ മൂവി ലാസ്റ്റ് നൈറ്റ്. സി, ബിക്കം അവെയർ ഓഫ് സംതിങ് വിത്ത് യുവർ ഐസ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു ബോധവാന്മാരാകുന്നു. എക്സാമ്പിൾ, ഐ സീ പീപ്പിൾ വാക്കിംഗ് ഇൻ ദ പാർക്ക്. ഡിഡ് യു സീ ദാറ്റ് സ്റ്റാർ? സ്പീക്ക് വേഴ്സസ് ടോക്ക്. ബോത്ത് റെഫർ ടു വെർബൽ കമ്മ്യൂണിക്കേഷൻ. രണ്ട് വാക്കാലുള്ള ആശയവിനിമയത്തെ സൂചിപ്പിക്കുന്നു. സ്പീക്ക്, മോർ ഫോർമൽ ഓർ യൂസ്ഡ് ഇൻ സ്പെസിഫിക് കോണ്ടെക്സ്റ്റ്. കൂടുതൽ ഔപചാരികമായതോ പ്രത്യേക സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നതാണ് സ്പീക്ക്. എക്സാമ്പിൾ, ഷീ സ്പോക്ക് അറ്റ് ദ കോൺഫറൻസ് അബൌട്ട് ക്ലൈമാറ്റിക് ചേഞ്ച്. ടോക്ക്, മോർ കാഷ്വൽ, യൂസ്ഡ് ഇൻ എവറിഡേ കോൺവെർസേഷൻ. കൂടുതൽ കാഷ്വലാണ്, ദൈനംദിന സംഭാഷണത്തിൽ ഉപയോഗിക്കുന്നു. ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന നിരവധി വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. എൻ, ഫിനിഷ്, ഷട്ട്, ക്ലോസ് എന്നിവയൊക്കെ ചില ഉദാഹരണങ്ങൾ മാത്രം. വാക്കുകളുടെ ഉപയോഗം കൃത്യമായി മനസ്സിലാക്കി ഉപയോഗിക്കുന്നത് നമ്മുടെ വാചകങ്ങളെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നു. വീഡിയോയ്ക്ക് ലൈക്ക് എന്ന് പ്രോത്സാഹിപ്പിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.